ഒരു കോസി റീസെറ്റ് വ്ളോഗാണ്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ലുക്ക് ഓഫ് ടേബിൾ വന്നിട്ട് ഇങ്ങനെയാണ്. ആകെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി കിടക്കുന്നതാണ്. അപ്പം ഞാൻ അതൊക്കെ കറക്റ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ടേബിളിൻ്റെ മേലത്തെ പെൻ ബോക്സും റുബിക്സ് ക്യൂബും അങ്ങനത്തെ സ്പെഞ്ചീസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, അമ്മേൻ്റെ ബുക്ക് വെക്കുന്നിടത്ത് ഞാൻ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ അമ്മേൻ്റെ ബുക്ക് വെക്കാൻ പറ്റിയ ടേബിൾ നമ്മൾ ടവർ മാതിരി വെക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി, ആക്സസറീസൊക്കെ മാറ്റിയിട്ട് അമ്മേൻ്റെ ബുക്ക് ഞാൻ പഴയ മാതിരി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പെൻ ബോക്സ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാണ്. പിന്നെ ഗൈസ്, പെൻ ബോക്സ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു സ്റ്റിക്കർ മാതിരി എനിക്ക് കിട്ടിയത്. ഈ സ്റ്റിക്കർ ഞാനൊരു കല്യാണക്കത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതായിരുന്നു. അതിങ്ങനെ സ്റ്റിക്കർ മാറി എവിടെയെങ്കിലും ഒട്ടിക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ പെൻ ബോക്സ് ഭയങ്കര പ്ലെയിനായി കിടക്കുകയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അത് അതിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടാപ്പ് എടുക്കാൻ നോക്കിയപ്പോൾ അത് എത്ര നോക്കിയിട്ട് അത് പറഞ്ഞു കിട്ടുന്നില്ല. പിന്നെ മറ്റേ ബ്ലാക്ക് കളർ ടൈപ്പ് ഉണ്ടല്ലോ, അത് നോക്കിയപ്പോൾ അത് കാണാനുമില്ല. അപ്പോൾ അതുകൊണ്ട് അവസാനം ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു. പിന്നെ ഗൈസ്, ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറഞ്ഞു പോയി. അത് ഒട്ടിയെല്ലാം നിൽക്കില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അത് ഉണങ്ങുക. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ. പിന്നെ ഗൈസ്, ഞാൻ അങ്ങനെ പെൻ ബോക്സൊക്കെ അതേമാതിരി ക്ലിയർ ചെയ്ത് എല്ലാം സെറ്റാക്കിയാണ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ചാനലിൽ ഇടുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും അതേമാതിരി ക്രാഫ്റ്റും അങ്ങനെ ആർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആർട്ടും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ്, നേരത്തെ നമ്മൾ മറ്റേ പെൻ ബോക്സിൽ ഒട്ടിച്ച മാതിരി ഇതിലും ഉണ്ടായിരുന്നു ഒരു സ്റ്റിക്കർ. അതെനിക്ക് തോന്നുന്നു എന്തോ ഒരു ഡ്രസ്സിൻ്റെ കൂടെ കിട്ടുന്ന അങ്ങനത്തെ ഐറ്റം ഉണ്ടല്ലോ, അതാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ രണ്ട് സൈഡിലും പ്രിൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ചുളിവല്ലാതെ കാണാത്ത സൈഡ് ഞാൻ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കുകയാണ്. പിന്നെ ഗൈസ്, അതേമാതിരി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോ സജഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നോ പിന്നെ ക്രാഫ്റ്റിൻ്റെ ആർട്ടിൻ്റെ ഒക്കെ അതേമാതിരി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉള്ള സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ്, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തേർഡ് പെൻ ബോക്സും ക്ലിയർ ചെയ്യാണ്. പിന്നെ ഗൈസ്, ഇത് ചേരുവിൻ്റെ കുറ്റിയാണ്. കുറ്റി എന്ന് പറയുമ്പോൾ പല നാട്ടിലും പലതാവും പറയുണ്ടാകുക. പിക്കി ബാങ്ക് എന്ന് പറയാം. അതിൽ ഫുള്ള് ചെയ്തു ക്രയോൺസൊക്കെ വെച്ചിട്ട് ചിത്രം വരച്ച മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് തുടച്ചാൽ പോവില്ല, കാരണം ക്രയോൺസാണ്. പിന്നെ കുറേ മുമ്പാണത് അങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ തുടച്ചാലൊന്നും പോവില്ല. ഞാൻ തല തിരിച്ചിട്ട് വെച്ചു, പിന്നെ അത് അങ്ങനെ അറിയില്ലല്ലോ.
പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വാട്ടർ കളർ ചെയ്യുമ്പോൾ വെള്ളം നിറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ബൗളും ക്രയോൺസും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് റുബിക്സ് ക്യൂബ് വെക്കുന്നുണ്ട്. റുബിക്സ് ക്യൂബ് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഗൈസ്, ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ്. ഇത് മാത്രമല്ല കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് വരുന്നത് നോക്കിയിട്ട് വെച്ചതാണ് ശരിക്കും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ സ്പഞ്ചീസ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാൻഡിൽ വെക്കുന്നുണ്ട്. ഇത് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഇത് വല്ലാതെ ലൈറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അത് ഓഫാക്കിയിട്ട് വെക്കുന്നുണ്ട്, കാരണം അതിങ്ങനെ കത്തിക്കുമ്പോൾ ഇത് ബാറ്ററി തീരുമോ അങ്ങനെയുള്ളൊരു ഫീൽ ആവുമല്ലോ, അപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ വലിയ പെൻ ബോക്സിൽ ഉണ്ടായിരുന്നതായിരുന്നു ആ ഒരു ക്ലിപ്പ്. ആ ക്ലിപ്പ് അതിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനത് ഉള്ളിലേക്കാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഗൈസ് പെൻ ബോക്സ് 3 ക്ലീൻ ചെയ്തപ്പോഴും അതിൽ നിന്നൊക്കെ കുറച്ചുള്ള പൊടിയൊക്കെ ടേബിളിൽ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. ആദ്യത്തേന്ന് കംപ്ലീറ്റ്ലി ഒന്ന് നല്ല ക്ലീനായി കിട്ടി. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര പുതിയ ഐറ്റംസ് ഒന്നും വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഉള്ളതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തു. പിന്നെ ഗൈസ് ഈ ഒരു 2 സ്പേസ് ഞാൻ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം കാണിച്ചു കൊടുത്താണ് ലാസ്റ്റ് ഒട്ടിച്ചത്. പിന്നെ ഒരു കവായി വേസ്റ്റ് പിന്നെ ഞാൻ അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ടേബിളിൻ്റെ താഴെ. അപ്പോൾ അത് ഇപ്പോൾ ഇതിനായിട്ട് മേടിച്ചൊന്നുമല്ല കേട്ടോ, ഇത് ഓൾറെഡി ഇവിടെ ഉള്ള വേസ്റ്റ് ബിൻ തന്നെയാണ്. പിന്നെ ഇത് അതിൻ്റെ താഴെയുള്ള ഞങ്ങളെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫാണ്. ഇപ്പോൾ ബുക്കൊന്നുമില്ല, വെക്കേഷൻ ആവുന്നത് കൊണ്ട് ഒരു ഫയലുണ്ട്. പിന്നെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ്, ആ മൈജീൻ്റെ കവറിലൊക്കെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസാണ്. പിന്നെ ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുകയാണ്. പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തിട്ട് കുറേ നല്ല ഇമേജസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി. പിന്നെ ഗൈസ് പിൻട്രസ്റ്റിൽ പുറത്തുനിന്ന് സെർച്ച് ചെയ്തപ്പോൾ നെറ്റ് അവിടെ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കുറേ നല്ല പിക്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 4 വെച്ചത്. ഈ ഗ്രീൻ അതിലില്ല കേട്ടോ, ഒരു 4 സെലക്ട് ചെയ്തത്. അതിൽ പക്ഷേ ആദ്യം കാണിച്ച 3 ഞാൻ ചെയ്യുന്നുള്ളൂ. ലാസ്റ്റത്തെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയായി, അപ്പോഴേക്കും തന്നെ കൈയൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റത്തെ ചെയ്തില്ല. പക്ഷേ ലാസ്റ്റത്തെ ചെയ്യാൻ നന്നായി ഗൈസ്, കാരണം അവിടെ 4 വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓവർലോഡായി പോകും. 3 തന്നെ കുറച്ച് ഓവർ ചെയ്യുന്നു, എന്നാലും കുഴപ്പമില്ല, ഏകദേശം കറക്റ്റായി നിന്നു. എന്താ വെച്ചാൽ ഓവറായി പോകുമെന്ന് പറയാൻ കാരണം ഞാനിത് ഏകദേശം A4ൻ്റെ ഹാഫാണ് ഒരു പിക്ചർ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ഇമേജാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് ഓറഞ്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രിലിക് പെയിൻറ്റിൽ ഓറഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഓറഞ്ച് ഉണ്ടാക്കുന്നത്. പക്ഷേ അപ്പം മിക്സ് ചെയ്തപ്പോൾ യെല്ലോ ആദ്യം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പീച്ച് ഷെയ്ഡാണ് കിട്ടിയത്. പിന്നെ ഞാനത് ആദ്യം അടിച്ചു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി യെല്ലോ അടിച്ചതിൻ്റെ മേലെ കൂടെ അടിച്ചിട്ടാണ് എനിക്ക് കറക്റ്റ് കളർ കിട്ടിയത്. വീഡിയോയിൽ വരുമ്പോൾ ആ ഒരു പീച്ച് ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു റെഡ് ഷെയ്ഡ് മാതിരിയായിരുന്നു. പക്ഷേ നേരിട്ട് കാണാനൊരു പീച്ച് പിങ്ക് അങ്ങനത്തെ ഷെയ്ഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ മേലെ കൂടെ യെല്ലോ അടിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അയ്യോ കൊളായോ എന്ന് വിചാരിച്ചു. പിന്നെ നല്ലോണം ഇരുന്ന് മിക്സ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി.
പിന്നെ ഗൈസ് ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു. ഫസ്റ്റ് നമ്മൾ ആ വീഡിയോ എടുത്തത് ഇത് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഇത് ചെയ്തു. പിന്നെ അതിലൊരു ന്യൂസ് പേപ്പറിൻ്റെ തൊട്ടിച്ചിട്ട് ചെയ്തു. അതിൽ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ ലോട്ടറീൻ്റെ റിസൾട്ട്സൊക്കെ എഴുതുന്ന ആ ഒരു ഭാഗമല്ലേ ന്യൂസ് പേപ്പറിൽ, ആ ഒരു ഭാഗത്ത് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഞാൻ ആ ന്യൂസ് പേപ്പർ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോസ്റ്റർ ഞാൻ ചെയ്തെടുത്തത്. പിന്നെ ഗൈസ് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ടേപ്പ്, കാണാതെ ബ്ലാക്ക് ടേപ്പ് എനിക്ക് നിലത്തുനിന്നാണ് കിട്ടിയത് ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ. പിന്നെ ഗൈസ് ഈ ബ്ലാക്ക് ടേപ്പിനെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പാക്കിയിട്ട് അങ്ങനെ രണ്ട് സൈഡും കൂട്ടി ഒട്ടിച്ചിട്ട് അങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചതാണ്. ഇതാണ് ഒട്ടിച്ചതിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് നമ്മളുടെ ടേബിളിൻ്റെ ഓവറോൾ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഉണ്ട്, ക്യാൻഡിലുണ്ട്. ക്യാൻഡിൽ പിന്നെ നമ്മൾ ലൈറ്റ് ചെയ്തു. അപ്പം പിന്നെ നമ്മളെ വാൾ പോസ്റ്റേഴ്സ് ഒരു 2 എണ്ണം ഒരു ഓറഞ്ച് ബ്ലാക്ക് അങ്ങനത്തെ ഒരു തീമിലാണ്. പിന്നെ മറ്റേതൊരു വിൻറ്റേജ് എസ്തെറ്റിക് അങ്ങനത്തെ ഒരു തീമും. അങ്ങനെ ഗൈസ് പറയാനാണെങ്കിൽ നമ്മളെ ടേബിളിൻ്റെ ഫൈനൽ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റീസെറ്റ് വ്ളോഗിൽ ജേണൽ ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു ജേണൽ ടൈം ചെയ്യുന്നു, ക്യാൻഡിൽ ലൈറ്റ് ചെയ്തു. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇൻസ്പോ എടുത്തിട്ടാണ് ഞാൻ ജേണൽ ചെയ്യുന്നത്. എൻ്റെ ഇൻസ്പോ ഗൈസ് ഇതാണ്. ഇൻസ്പോൻ്റെ അത്രയ്ക്കൊന്നും വന്നില്ലെങ്കിലും നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജേണലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് പേപ്പർ ഉണ്ടായിരുന്നില്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അതിൽ അങ്ങനത്തെ ഒരു പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ടീ ഡൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്താൽ മതി, ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ലൈറ്റ് കളർ പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സർക്കിൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ലോട്ടറീൻ്റെ ഭാഗത്തുള്ളതാണ്. അത് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഗൈസ് അന്നത്തെ സൺസെറ്റ് വ്യൂ അടിപൊളി ആവേണ്ടതായിരുന്നു. കുറച്ച് ക്ലൗഡി ആവുന്നത് കൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഈ പ്ലാന്റ്, ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നടുവിലേക്ക്, പിന്നെ ഒരു ഡ്രൈഡ് പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പ്ലാന്റ് ഇങ്ങനെ വെക്കാൻ വിചാരിച്ചു. ചില മുക്കിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഡ്രൈഡ് ഫ്ലവർ ആയി മാറുമല്ലോ. അപ്പോൾ ഇതിന് ഫ്ലവറിന് കുറച്ച് നീളമുള്ളതുകൊണ്ട് ഞാൻ ഫ്ലവറും പ്ലാന്റും സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെക്കാമെന്നു ആദ്യം വിചാരിച്ചിരുന്നത്. എനിക്കത് അത്ര ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ ബുക്കിൻ്റെ ഫസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവർ പോക്കറ്റ് മാതിരി അതിലിങ്ങനെ ഡ്രൈഡ് ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കാം എന്നുള്ള രീതിയിൽ വെച്ചതായിരുന്നു. അത് ഞാൻ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ ഉള്ളൊരു ലീഫാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. അപ്പം ആ ലീഫ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ലീഫ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ലീഫ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് എനിക്ക് ആ ലീഫായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ലീഫ് വെക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആ സർക്കിൾ അങ്ങനെ വല്ലാതെ കാണൂല. അപ്പം ഞാൻ ആ ലീഫിൻ്റെ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന 2 ലീഫ് ഞാൻ കട്ട് ചെയ്യല്ല, അങ്ങനെ പറിച്ച് കളഞ്ഞിട്ട് അത് ഒട്ടിക്കാൻ നോക്കി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതിന് 2 ലീഫ് മാത്രം വേണോ എന്നുള്ള രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ബെറ്ററായി തോന്നിയത് ആ 3 ലീഫുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അതങ്ങനെ അവിടെ ഒട്ടിച്ചു.
പിന്നെ ഗൈസ് നമ്മളെ ക്യാൻഡിൽ അവിടെ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ക്യാമറയിൽ കാണാനുണ്ടായില്ല. അപ്പം ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം പിന്നെ ക്യാമറേൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ നല്ല കറക്റ്റായിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കേണ്ട ആ ലീഫ്. ശരിക്കും ആ ഇൻസ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വൈറ്റായിട്ട് വിട്ട ഭാഗത്ത് ലൈറ്റ് ഷെയ്ഡും ലൈറ്റായി വെച്ച ഭാഗത്ത് ഡാർക്ക് ഷെയ്ഡ് വരുന്നു. പക്ഷെ ഞാൻ ആ വൈറ്റായിട്ട് അങ്ങനെ വിട്ടു. അതെന്താ വെച്ചാൽ ആ ബ്രൈറ്റ് വൈറ്റ് അല്ലായിരുന്നു ആ നോട്ട്ബുക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ പിൻട്രസ്റ്റിൽ തന്നെ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു കോട്ട്സ്, ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള ഒരു കോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കോട്ട്സ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അതാണ്. അതിൻ്റെ ഒരു എസ്തെറ്റിക് വൈബ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വൈബ് കിട്ടുന്ന ഭാഗമാണ് ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.